അപ്പോ ഫസ്റ്റ് ഫിഷിങ്, അമ്മുവിന്റെ ഫസ്റ്റ് ഫിഷിംഗ് എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ വണ്ടിയിൽ ഇരിക്കുകയാണ്. ഇനി വീട്ടിലേക്ക് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? മീൻ കിട്ടി, പിന്നെ പോരാത്തതിന് ഒരു വലിയ മീൻ കിട്ടി. വലിയ മീൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊക്കെ വലിയ മീനാണ്. ആള് വലിച്ചു കയറ്റി വന്നിട്ടാ, ഞാൻ വിചാരിച്ചത് ഒന്നും കിട്ടുണ്ടാവില്ലാന്ന്. ഫുള്ള് ആ റെഡ് മീനൊക്കെ പിടിച്ചിരിക്കുന്ന ആളാണ്. നല്ല ഭംഗിയിട്ട് ആ മീനിനെ കാണാൻ. സത്യം പറഞ്ഞാൽ ആ മീനിനെ ഒന്നും ചെയ്യാൻ തോന്നില്ല, അങ്ങനെ കണ്ടിരിക്കാൻ. എന്ത് ഭംഗിയാന്ന് പറയാ, അക്വേറിയത്തിലൊക്കെ ഇട്ട് നല്ല ബ്യൂട്ടിഫുൾ, നല്ല ഭംഗി മീനാണ്. ഒന്നും പറയാനില്ല അതിനെ പറ്റി. അതിന്റെ പേര് മാത്രം ചോദിക്കരുത്. പേര് അറിയില്ല, പക്ഷെ ഞങ്ങളൊരു പേരിട്ടു, ബ്യൂട്ടി ഫിഷ്. അതെ, സത്യം പറഞ്ഞാലും ഈ രീതി എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, കടലിൽ പോയിട്ട് ഫിഷ്, മൈ ഗോഡ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മളൊന്നും എല്ലാം മറക്കും. നാട്ടിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും കരയിലുള്ള ബുദ്ധിമുട്ടൊക്കെ നമ്മൾ മറന്നു പോകും ആ ഒരു പർട്ടിക്കുലർ ടൈം, ആ ഒരു സമയത്ത്. അത് മാത്രമാണ് മനസ്സിൽ. അതെ അതെ. പിന്നെ ചുറ്റും നോക്കുമ്പോ ഒന്നുമില്ലല്ലോ, വെള്ളം മാത്രം. ആ ഒരു എന്താ പറയാ, അവിടെയാണ് നമ്മള് വേറെ ഏതോ ഒരു ലോകത്ത് പോയ പോലെ. സംഭവം അടിപൊളിയായിരുന്നു. എന്നെ പോലെ ഇതുപോലെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേർക്ക് ഇതുപോലെ പോകാൻ സാധിക്കട്ടെ. എന്തായാലും എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഒത്തിരി സന്തോഷത്തിലാണ്. പ്രത്യേകിച്ച് എനിക്ക് മീനും കൂടി കിട്ടിയപ്പോൾ ഞാൻ അതിലേറെ സന്തോഷത്തിലാണ്. തീർച്ചയായിട്ടും. അപ്പൊ എല്ലാവർക്കും ഇതുപോലത്തെ എക്സ്പീരിയൻസ് എല്ലാം ഉണ്ടാവട്ടെ, ആവാൻ സാധിക്കട്ടെ. തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് മെയിൽസിന് നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പക്ഷെ ഇവർക്ക് അത് കുറവാണ്. ഇതേപോലെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ കൊണ്ടുപോകാം, ആ എക്സ്പീരിയൻസ് ഇവർക്ക് അറിയിക്കണം. പിന്നെ രണ്ടാമത്തെ മെയിനായിട്ട് പറയുന്ന ഒരു കാര്യം, ഫിഷിങ്ങിൽ ഏർപ്പെടുന്ന നമ്മുടെ മത്സ്യബന്ധന തൊഴിലാളികളുടെ ഒരു ബുദ്ധിമുട്ട് അമ്മ ഇപ്പോൾ 2 പ്രാവശ്യനോട് പറഞ്ഞു. അവരുടെ ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും ചെറിയൊരു വർക്കല്ല. കാരണം കടലിൽ ഈ ഒരു പൊരി വെയിലത്ത് പോയിട്ട് ഇത്ര മണിക്കൂർ, നമ്മളൊക്കെ ഇപ്പോൾ 2-3 മണിക്കൂറേ പോയുള്ളൂ. ഒരു ഏകദേശം 28 കിലോമീറ്റർ നമ്മൾ ഉള്ളിൽ പോയി. 2-3 മണിക്കൂർ കൊണ്ട് നമ്മളെന്താ വെച്ചാൽ ടയർഡാവും 100%. പക്ഷെ അവരൊക്കെ ജീവിതം. പിന്നെ വളരെ സന്തോഷം, എൻ്റെ പേഴ്സണൽ സന്തോഷം പറയുന്നത്, എനിക്ക് അമ്മോന് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കൊടുക്കാൻ കഴിഞ്ഞതിൽ വളരെ വളരെ സന്തോഷം. കീപ് ഇറ്റ് അപ്പ്. ഞാൻ പഠിപ്പിച്ച പോലെ തന്നെ ഒക്കെ പിടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പിടിക്കണം എന്നൊക്കെ. പിന്നെ തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ കാര്യങ്ങൾ. ഇനി എന്താ ചെയ്യുന്ന വെച്ചാൽ, അമ്മയ്ക്ക് എന്ന് പറഞ്ഞാൽ അമ്മ വീട്ടിലുണ്ട്. ഞങ്ങളിപ്പോൾ ഡാർ സൈഡിലാണ് താമസിക്കുന്നത്. ഈ ഷീഷോറിന് ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ ഉള്ളൂ. മകളുണ്ട്, മകൾ ഉറങ്ങായിരുന്നു രാവിലെ വരുമ്പോട്ടോ. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് മീൻ പിടിക്കുക, മീനിനെ കാണുക. അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളാണ്. ഏതായാലും ഇനി നമുക്കത് ചെയ്യേണ്ടത്, ആ നമ്മൾ പിടിച്ച ഫിഷ് നമുക്ക് തന്നെ വീട്ടിൽ നിന്ന് അമ്മനെ കൊണ്ട് നല്ലൊരു കറി വെപ്പിക്കണം, ഫ്രൈ ചെയ്യിക്കണം. അമ്മൂൻ്റെ ഫ്രൈ സൂപ്പർ ഫ്രൈ ആണ്. അമ്മൻ്റെ കറി അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. 2 പേരും കൂടി കറി വെച്ചിട്ട് ഞാനതൊക്കെ ഒന്ന് കണ്ട് ഒന്ന് ടേസ്റ്റൊക്കെ അറിഞ്ഞ് അത് മകൾക്ക് കൊടുക്കണം. അമ്മൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കുക. കാരണം ഫ്രഷ് ഫിഷാണല്ലോ. കാരണം ഇത് ഐസ് തട്ടാത്ത സാധനമാണ്, വണ്ടിയിലടിക്കുന്നത്. ഇപ്പോൾ പിടിച്ചതാണ്, മാക്സിമം ഒരു 1 മണിക്കൂറായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇനി ബാക്കി നമുക്ക് വീട്ടിൽ നിന്ന് നമുക്ക് വീട്ടിൽ നിന്ന് കാണാം. അതുവരെ ബൈ ബൈ. ഓക്കെ, ടേക്ക് കെയർ, ബൈ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഫ്ലാറ്റിന് മുന്നിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡോർ തുറന്ന് അമ്മയ്ക്ക് നിന്ന് കാണിച്ചു കൊടുക്കുക. അതാണ് അടുത്ത കേട്ടോ. എവിടെ ഫിഷസ്? ഗുഡ് ഗുഡ്. അമ്മ, അമ്മ അന്ന് മീനൊന്നും കിട്ടിയില്ല. ഇതമ്മ സ്പെഷ്യൽ. ഞങ്ങൾ പോയ മീൻ കിട്ടാതെ വരുമോ? ഞങ്ങൾ പിന്നെ മീൻ കിട്ടാതെ വരും ഞങ്ങള്. നീനു ഒരു ഹായ് പറ എല്ലാവരോടും. ഹലോ, ഹായ് പറ. വെരി ഗുഡ്. അമ്മക്ക് ഇഷ്ടമുള്ള മീനാണ് ഈ മീന്. ഇത് അമ്മ കണ്ണൻ മീൻ എന്നാണ് പറയല്. ഈ മീനാണ് അമ്മക്ക് ഇഷ്ടമായിട്ടുള്ളത്. അമ്മന്റെ രീതിയിൽ ഇതിനെ കണ്ണൻ മീൻ എന്ന് പറയാം. അതായത് നാട്ടില് നമ്മള് കുളത്തിലൊക്കെ കാണുന്ന മീനാണിത്. കണ്ടില്ലേ ആ കണ്ണൻ? പക്ഷെ ആ മീനല്ലത്, ഇത് കടലിലെ മീന്. ആ ഒരു ഷേപ്പും ഒരു കളറൊക്കെ ആയിട്ട്. മാരല്, അത് ആരലോ അങ്ങനെ എന്തോ പറയുന്നത്. ഏതൊരു മീനും നമ്മള് മീനിന്റെ പേര് ചോദിക്കരുത്, അതിലേക്കൊക്കെ പഠിച്ചു വരുന്നുള്ളൂ. ഇത് ബ്യൂട്ടി ഫിഷ്. ഏത് ബ്യൂട്ടി ഫിഷ്? അവിടെ ഇത് ബ്യൂട്ടി ഫിഷ് ആണ്. അത്ര പുതിയൊരു പേരിട്ട ഫിഷ്. അതെ, ഇതാണ് നമ്മുടെ നാട്ടിലെ. അമ്മ ഇതെങ്ങനെയുണ്ട് അമ്മ? ഇത് നമ്മൾ പിന്നെ മുന്നേ ഞാൻ കൊണ്ടുവരാറുണ്ട്. ഇഷ്ടമായി നിങ്ങൾക്ക്? എങ്ങനെയുണ്ട് അമ്മ?
ആ ഈ അമ്മേൻ്റെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം. അമ്മ ഇനി ബാക്കി ഞങ്ങൾ എന്താ ചെയ്യുന്ന വെച്ചാൽ, അതെ ഇതിന് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്തൊക്കെ ചെയ്യുന്നമ്മ, എന്തൊക്കെ ചെയ്യേണ്ടത് നിങ്ങളെ സ്പെഷ്യൽ പറയും. ഫിഷ് ഫ്രഷ് ആയതുകൊണ്ട് തന്നെ ഫ്രഷ് വെജിറ്റബിൾസ് കൂടി എടുക്കാന്ന് വിചാരിച്ചു. ഇത് വേറെ എവിടെയല്ല, നമ്മുടെ ഫ്ലാറ്റിന്റെ തൊട്ട് താഴെ തന്നെയാണ്. അമ്മയാണ് കൃഷി ചെയ്തിട്ടുള്ളത്. ഒരുപാട് തക്കാളിയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. തക്കാളി ഉണ്ട്, അതുപോലെ തന്നെ പച്ചമുളക് ഉണ്ട്, പിന്നെ നമുക്കൊരു വലിയ കറിവേപ്പിന്റെ മരമുണ്ട്. അതിമൊന്നും ആവശ്യത്തിന് വേണ്ട ഇലയൊക്കെ നമ്മൾ പൊട്ടിച്ചു. അങ്ങനെ ഇതുപോലെ എല്ലാവരും ചെയ്തു നോക്കുക കേട്ടോ. ഉള്ള സ്ഥലത്ത് ഉള്ള സമയത്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇതുപോലെ എല്ലാം വെച്ച് പിടിപ്പിക്കുക. മായം ചേർക്കാത്ത പച്ചക്കറി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഹെൽത്തിന് ഒരുപാട് നല്ലതാണ്. അങ്ങനെ 2 ഫിഷ് ക്ലീനായി റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് അമ്മയുടെ സ്പെഷ്യൽ കറിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കാം. അമ്മ, കറിക്ക് എന്തൊക്കെയാണ് വേണ്ടത്? അത് ഏത് വിധത്തിലാണ് പ്ലാൻ ചെയ്യുന്നത്? ടൈപ്പ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ പറയാം. ഓക്കെ ഓക്കെ. സവാള, ഓക്കെ, വെളുത്തുള്ളി, ഇഞ്ചി, ഓക്കെ, പെരുംജീരകം, ഉലുവ, മുളകും പൊടി, ഓക്കെ, ഉപ്പ്, മഞ്ഞപ്പൊടി, തക്കാളി, പച്ചമുളക്, മല്ലിച്ചപ്പ്, കരിവേപ്പില. കറിന്റെ സ്റ്റാർട്ടിംഗ് ആണ്. കറി വെക്കുന്നതാണ് ഇപ്പം അമ്മ കാണിച്ചു തരുന്നത് കേട്ടോ. എന്തൊക്കെയാണ് അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അരിഞ്ഞു വെച്ച ഉള്ളിയാണ് ആദ്യം ഇടേണ്ടത്. അതിനുശേഷം ഇഞ്ചിയാണ് ഇടുന്നത് കേട്ടോ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇടുക, ചെറുതായിട്ട് അരിഞ്ഞത്. വെളുത്തുള്ളി, ഉലുവ ഒരു 1/4 ടീസ്പൂൺ, വലിയ ജീരകം ഒരു മീഡിയം സ്പൂൺ. എന്നിട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം നമുക്ക്. ഫ്ലെയിം മീഡിയം ആണ് കേട്ടോ, കൂടുതൽ ഹെവി ആയിട്ടുള്ള ഫ്ലെയിം വേണ്ട. അതുപോലെ തന്നെ നമ്മുടെ സവാള ഒരു ബ്രൗൺ സ്റ്റാർട്ടിങ് കളർ ആകുന്നത് വരെയാണ് നമുക്ക് വഴറ്റേണ്ടത്. ഏകദേശം 2 മിനിറ്റിന് ശേഷം ഇനി നമുക്ക് മുറിച്ച് വെച്ച് തക്കാളി ഇതിലേക്ക് ചേർക്കാം. അതോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒരു മൂടി കൊണ്ട് നമുക്ക് മൂടി വെക്കാം. കാരണം തക്കാളി എല്ലാം ഈ ആവിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അത് ഉടഞ്ഞ് അതിലേക്ക് യോജിക്കും. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് ഫ്രൈ മസാലയാണ് കേട്ടോ. നമ്മൾ ആവശ്യത്തിനുള്ള മുളക് പൊടിയാണ് അത് എടുക്കേണ്ടത്. ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് നമുക്കിടാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്, വെളുത്തുള്ളി, കൂടെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും, അതോടൊപ്പം കുറച്ച് കറിവേപ്പില കൂടി ഇടാം. അതിനുശേഷം ഒരു നാരങ്ങ കൂടി എടുത്തിട്ട് അങ്ങോട്ട് പീയുക. ഇത് നമ്മുടെ മസാലയുടെ രുചി ഇരട്ടിയാക്കും. അവസാനമായി നാടൻ വെളിച്ചെണ്ണ കൂടി ചേർക്കാം. എന്നിട്ട് നേരെ എടുത്തിട്ട് നമുക്ക് മിക്സിയിൽ ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് തന്നെ അമ്മയുടെ ഫിഷ് കറിയിലേക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് വേറൊരു പാത്രത്തിലേക്ക് സെപ്പറേറ്റ് എടുത്തിട്ടിട്ട് അതിന് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് വേണം ഇനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മളിവിടെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഈ പുളി നമ്മൾ ഇത് പിഴിഞ്ഞിട്ട് ഈ കറിയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അതേ ചട്ടി തന്നെ വീണ്ടും സ്റ്റൗവിലേക്ക് വെക്കാം. അപ്പോൾ ആ സമയത്ത് ഇതാ നമ്മുടെ ഫ്രൈ ചെയ്യാനുള്ള മീനിൻ്റെ മസാല തേച്ചുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് നമ്മൾ വരിഞ്ഞു വെച്ച ഭാഗത്തേക്കൊക്കെ മസാല തേച്ച് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് അതിലേക്ക് പിടിക്കും. പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അമ്മേൻ്റെ സ്പെഷ്യൽ കറി എങ്ങനെയാണെന്ന് എല്ലാവരും കണ്ടു പഠിച്ചോളൂ. പിന്നെ ഇതാ പച്ചമുളക്, ഒരു 4-5 പച്ചമുളക് കീറിയത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക.
പിന്നെ ആവശ്യത്തിന് നമ്മളുടെ എരിവൊക്കെ പാകാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കാശ്മീരി ചില്ലി ആണെങ്കിൽ കുറച്ചുകൂടി കളർ ഉണ്ടാവും. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ എടുത്തു വെച്ച പുളി പിഴിഞ്ഞിട്ട് അതും ഇതിലേക്ക് ചേർത്തതിന് ശേഷം നമ്മൾ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള മസാല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. നമ്മുടെ ഫിഷിൽ മസാലയൊക്കെ തേച്ച് കുട്ടപ്പനായിട്ടുണ്ട്. ഒരു 45 മിനിറ്റ്സ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമ്മുടെ കറിയുടെ മിക്സ് ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതൊരു 5 to 10 മിനിറ്റ്സ് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഫിഷ് നല്ല രീതിയിൽ മസാല പിടിച്ചിട്ടുണ്ട്. ഏകദേശം 40 മിനിറ്റോളം നമ്മൾ മസാല വെച്ച് നിർത്തി. ഇപ്പോൾ ഇതിന് നമ്മൾ ചെയ്യുന്നത് അലുമിനിയം പേപ്പർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെച്ച് പൊതിഞ്ഞതിന് ശേഷം നേരെ ഗ്രില്ലിൽ കയറ്റാൻ പോവാണ്. സ്പെഷ്യൽ മീൻ കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പിലാണ് നമ്മൾ മല്ലിയിലയും കറിവേപ്പിൻ്റെലയും കൂടി മേലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഗ്രിൽഡ് ഫിഷ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആവിയൊക്കെ പറന്ന് അടിപൊളിയായിട്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനൊന്ന് ഫ്രൈങ് പാനിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അത് നമുക്ക് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് 2 സൈഡും ഒന്ന് മുരിയിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഫിഷ് ഇതാ ഫ്രൈ ആയിട്ടും കറി ആയിട്ടും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മളത് ടേസ്റ്റ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതാ ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നുണ്ട്. കറി ഇതാ നല്ല ജ്യൂസി ടൈപ്പിൽ കറിയുണ്ട്. പിന്നെ ചോറുണ്ട്. പിന്നെ ഇതാ കുബൂസ് കുറച്ചുണ്ടായിരുന്നു. അത് നമ്മൾ ആ ഫിഷിൻ്റെ ട്രേ തന്നെ ഇട്ട് ഇങ്ങനെ ആക്കിയതാണ്. ഇതൊന്ന് സ്മൂത്ത് ആക്കിയെടുത്തതാണ്. ഫിഷിൻ്റെ ട്രേ തന്നെ വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുത്തു. പിന്നെ സാലഡ് ഉണ്ട്. പിന്നെ ഇതാ കോഫിയാണ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. കോഫി ഉണ്ട്. പിന്നെ അപ്പൊ ഏതായാലും നമുക്കിന്ന് കഴിച്ച് എങ്ങനെയുണ്ട് നോക്കാം. ടേസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ട് നോക്കാം. നമ്മൾ വിളിച്ചുള്ള മീനാണ്. നീനിപ്പെട്ടാ നീനിപ്പെടുത്ത് എന്താ വേണ്ടത്? നീനു എങ്ങനെയുണ്ട്? സൂപ്പർ അമ്മ എങ്ങനെയുണ്ട്? ഒന്ന് കഴിച്ചിട്ട് പറയും. നല്ല രസമുണ്ട്. വെരി ഗുഡ്. അതാണ് വേണ്ടത്. അമ്മോ എങ്ങനെയുണ്ട്? ഓ ഞാനിതാ നോക്കാണ്. നീനു ഇതാ കറി മതിയോ? അമ്മ കറി കുട്ടികള് കറി എങ്ങനെയുണ്ട്? കറിയത്തെ ഫിഷ് ഇതാ നമ്മളെ ഫിഷ് നല്ല എന്താ പറയാ നല്ല ടേസ്റ്റ് ഉണ്ട് കറി. എല്ലാവരും കറി ഇങ്ങനെ വെച്ചു. തീർച്ചയായിട്ടും എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അമ്മക്ക് നീനു കഴിച്ചാ? അല്ല ഇതിപ്പോ കഴിഞ്ഞ നൈനോ കഴിച്ചിട്ട് പറയ്. അയ്യോ നല്ലതുണ്ടാ? ഓക്കെ അമ്മ കഴിച്ചാ? സൂപ്പർ ഉണ്ടാ? ഓക്കെ അടിപൊളിയായിട്ടുണ്ട് കറി. ഇത് എല്ലാത്തിലേക്കും മാച്ച് ആവുന്ന കറി കേട്ടോ. ചപ്പാത്തിക്കും പൊറാട്ടയ്ക്കും ദോശയ്ക്കും എല്ലാത്തിലേക്കും നല്ല കോമ്പിനേഷൻ ആണ്. എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചോറിലേക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം അടിപൊളിയായിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പോൾ ഇനി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇവരൊക്കെ ടേസ്റ്റ് ചെയ്ത് പറഞ്ഞല്ലോ. അങ്ങനെ എല്ലാ വിഭവങ്ങളും റെഡിയാണ്. ഇവരൊക്കെ കഴിച്ച് ടേസ്റ്റ് നോക്കി. ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ എത്രത്തോളം ഉണ്ട് ഇവർ പറയുന്നതിൽ. ഫസ്റ്റ് തന്നെ നമ്മുടെ ബ്യൂട്ടി ഫിഷ് എടുക്കാം. നമ്മൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബ്യൂട്ടി ഫിഷ്. ഭയങ്കര സോഫ്റ്റാണ് പിടിക്കുന്നത്. ഒന്ന് പറയണം, റിയലായിട്ട് ഞാൻ പറയണം. റിയൽ ഐസ് തട്ടാത്ത ഫിഷ് കഴിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ. വെരി ഗുഡ്, എക്സലൻറ്റ് ജോബ് അമ്മ. നമ്മുടെ കറിയിൽ കൂട്ടാം. ഇതിൽ ശരിക്കും മസാല നല്ല പിടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വെളിച്ചെണ്ണയിൽ ആ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിൻ്റെ ആ ഒരു ക്രിസ്പി ഫീൽ വരുന്നുണ്ട്. ഫ്രൈ ചെയ്തെടുത്തുള്ള. അതെ, അതാണ് അതിൻ്റെ പ്രത്യേക ഹൈലൈറ്റ്.
ഇനി കറി എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കേട്ടാ. കറി നല്ല ജ്യൂസി ടൈപ്പിലാണ് കറി ഇരിക്കുന്നത്. അതെ അതെ അതെ, അത് അന്തക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഫിഷാണ്. നോ വേർഡ്സ്. കറി അമേസിംഗ്. അതെല്ലാവരും പറയുന്നതാണ് അമ്മൻ്റെ കറി ടോപ്പാണെന്ന്. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ കറി ടോപ്പ്. ഇത് ചിലപ്പോൾ പ്രൊഫഷണൽ ആയിട്ടുള്ള അതൊന്നല്ല, അമ്മ ചെറുപ്പം മുതലേ ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം എല്ലാവർക്കും അമ്മയ്ക്ക് പറയാം. വളരെ ടേസ്റ്റിയാണ്. പിന്നെ നിങ്ങൾക്ക് ഉപ്പും മുളകൊക്കെ വേണ്ടനുസരിച്ച് കുറയ്ക്കാൻ കൂട്ടാം. അതിന് അളവും കാര്യങ്ങളൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഓക്കെ, ഏതായാലും വളരെ സന്തോഷം ഇന്നത്തെ ദിവസം ഈ രീതിയിൽ എല്ലാമോ നമ്മൾ പോയി പിടിച്ചൊരു ഫിഷിനെ കൊണ്ടുവന്ന് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ സന്തോഷത്തോടു കൂടി ഞങ്ങള് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ. തീർച്ചയായിട്ടും ഞങ്ങളെ ഫോളോ ചെയ്യുക. നമ്മുടെ ഇതേപോലത്തെ വീഡിയോസ് തീർച്ചയായിട്ടും ഒരുപാട് നമ്മൾ ഇടാൻ പോകുന്നുണ്ട്. ഇവിടുത്തെ ഒരുപാട് ഒമാൻ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഭക്ഷണത്തിന്റെ രീതിയിലും മറ്റ് സ്ഥലങ്ങളായിട്ടും എല്ലാ ടൈപ്പിലും നമ്മൾ ഇതിനെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുക. ഞങ്ങൾ ഇനിയും വീഡിയോസ് ഇടുന്നതാണ്. ഇനി ഞങ്ങൾക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഭക്ഷണം കഴിച്ച് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ പറയുന്നത് താങ്ക്സ് പറയുന്നത് രാജുവേട്ടനോടാണ്. കാരണം രാജുവേട്ടൻ പീഡിയയിലെ വർക്ക് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ സ്വന്തം ബോട്ടാണ്. രാജുവേട്ടൻ എവറി ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ ഫിഷിങ്ങിന് പോകുന്നതാണ്. നമുക്ക് ഈ ബിസി ആയതുകൊണ്ട് നമുക്ക് ഒപ്പം പോകാൻ അങ്ങനെ പറ്റാറില്ല. അപ്പോൾ രാജുവേട്ടനാണ് ഇന്ന് നമ്മളെ പിക്ക് ചെയ്തിട്ടുള്ളത്. രാജുവേട്ടൻ്റെ ഗൈഡൻസ് ഇസ് അമേസിങ്. രാജുവേട്ടൻ ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ട്, കാരണം ഞാൻ നേരിട്ട് കണ്ടതാണ്. ഇന്ന് പിടിച്ചിരിക്കുന്ന ഈ ഫിഷ് ഒന്നുമല്ല, രാജുവേട്ടനെ സംബന്ധിച്ചിടത്തോളം ദിസ് ഈസ് സീറോ. അതായത് 50-100 കിലോഗ്രാം ആണ് അദ്ദേഹം മിനിമം പിടിക്കാറ്. കാരണം ഞാൻ കാണാറുള്ളതാണ്. അതുപോലെ ഹമൂർ, കിങ് ഫിഷ്, പല രീതിയിലുള്ള ഫിഷസ് ഉണ്ട്, ഷാർക്ക്. പക്ഷെ ഇന്ന് കാരണം പെട്ടെന്ന് നമ്മൾ പോകുന്നു, കാരണം അമ്മു ഫസ്റ്റ് ആണല്ലോ. കൂടുതൽ സമയം നമുക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല വോമിറ്റിംഗ് ഒക്കെ വരാം. അതുകൊണ്ട് തന്നെ ചെറിയൊരു സമയത്ത് കിട്ടിയ ഫിഷാണ്. അതുപോലെ തന്നെ രാജുവിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ബാലാജി, അദ്ദേഹത്തിന്റെ വൈഫ് ഉണ്ടായിരുന്നു. സപ്പോർട്ടും, കാരണം അവര് പിടിച്ച ഫിഷസ് ഉണ്ട് കേട്ടോ. അവർ തോന്നുന്നു അവർ പിടിച്ചത്. എനിവേ സന്തോഷം മാത്രം. എല്ലാവർക്കും നല്ലൊരു സന്തോഷം നേരുന്നു. അതെ, രാജുവേട്ടനോട് സ്പെഷ്യൽ താങ്ക്സ് പറയാണ് ഈ ഒരു സന്ദർഭത്തിൽ. ഈ സന്തോഷത്തിന് കാരണം ഇപ്പൊ രാജുവേട്ടനാണ് സത്യം പറഞ്ഞാല്. അപ്പൊ അമ്മന്റെ കാര്യം എല്ലാവരും ഒന്നും കൂടി ട്രൈ ചെയ്യാം. അതെ അതെ അതെ. നീനക്കുട്ട ഒരു ബൈ പറ. ബൈ.